നമസ്കാരം. സേവാഭാരതിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിന് യൂട്യൂബ് ചാനലിന് മദ്രാസ് ഹൈക്കോടതി 1 കോടി രൂപ പിഴ ചുമത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകൾ പുറത്തു വരുന്നത്. കറുപ്പർ കൂട്ടം എന്ന യൂട്യൂബ് ചാനലിലാണ് മദ്രാസ് ഹൈക്കോടതി പിഴ ചുമത്തിയിരിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രചരണങ്ങൾക്ക് കടുത്ത താക്കീത് തന്നെയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സാത്താൻകുളത്തെ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സേവാഭാരതിയെ നിന്ദിക്കുന്ന തരത്തിൽ ഈ കറുപ്പർ കൂട്ടം എന്ന യൂട്യൂബ് ചാനൽ വീഡിയോ പുറത്തിറക്കിയത്. ഇത് സേവാഭാരതിക്ക് വേണ്ടി പ്രസിഡന്റ് റബു മനോഹറാണ് കോടതിയെ സമീപിച്ചത്. യൂട്യൂബ് ചാനൽ സംപ്രേഷണം ചെയ്ത വീഡിയോ നീക്കണമെന്നും നഷ്ടപരിഹാരമായി 1 കോടി രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി നൽകിയത്. 2020 ഈ ഹർജി ഫയൽ ചെയ്തത്. വീഡിയോയുടെ അപകീർത്തികരമായ സ്വഭാവം അംഗീകരിച്ച കോടതി സേവാഭാരതിയുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതായും പ്രത്യേകമായി ഈ വിധിയിൽ പ്രസ്താവിക്കുന്നുണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഈ കറുപ്പർ കൂട്ടം എന്ന ചാനലിന് 1 കോടി രൂപ പിഴ ചുമത്തിയത്. 2020 ജൂലൈ ആദ്യ വാരത്തിലാണ് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ ഈ യൂട്യൂബ് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്തത്. സേവാഭാരതി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ യൂട്യൂബ് ചാനലായ കറുപ്പർ കൂട്ടത്തിന് കോടതി നോട്ടീസ് ഉൾപ്പെടെ അയച്ചിട്ടുമുണ്ട്. എന്തായാലും ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിച്ച അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലുകൾക്ക് കൃത്യമായ ഒരു താക്കീത് തന്നെയാണ് മദ്രാസ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഈ കറുപ്പർ കൂട്ടം എന്ന് പറയുന്നത് വളരെ തീവ്ര സ്വഭാവമുള്ള ഒരു ചാനൽ തന്നെയാണ്, ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ്. അതിലൂടെയാണ് അവർ വിവാദപരമായ പ്രസ്താവനകൾ നടത്തിയത്. ഈ പ്രസ്താവനകൾ നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇതൊന്നും തെളിയിക്കാനുള്ള യാതൊരു പ്രൂഫും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് കോടതിയിൽ ഇവർക്ക് വലിയ തിരിച്ചടിയായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 1 കോടി രൂപ പിഴ ചുമത്തേണ്ടി വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.